നമ്മുടെ കെ എം ഷാജഹാനെ അറിയുമല്ലോ. അതെ, നമ്മുടെ VS അച്യുതാനന്ദന്റെ അതെ. അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. അതെ. പൊതുവെ CPM വിരുദ്ധനായിട്ടാണ് ഇപ്പോൾ പിണറായി പക്ഷ വിരുദ്ധൻ. പിണറായി പക്ഷ വിരുദ്ധനായിട്ട് നിൽക്കുകയാണ്. ഉം, ഇപ്പോഴും ഇടത് ചിന്താഗതിയാണ് ഉള്ളത്. ഒരു യൂട്യൂബർ കൂടിയാണ്, ഉം. അഭിഭാഷകനാണ്. പ്രതിപക്ഷം എന്നൊരു പ്രതിപക്ഷം എന്ന് പറയുന്ന ഒരു യൂട്യൂബുണ്ട്. ഉം. ഇദ്ദേഹം ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്, ഉം. അറിയാമല്ലോ. അതെ, ഇപ്പൊ അദ്ദേഹം പ്രതിപക്ഷത്തായി, പ്രതിയുടെ പക്ഷത്തായി എന്നാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. അത് കേസ് മുറുക്കുമോ എന്നൊരു സംശയമുണ്ട്. കാരണം ഷാജഹാനെ വലയിൽ കിട്ടിയിരിക്കുകയാണ്. ഷാജഹാൻ ഇപ്പോൾ വാരിക്കുഴിയിൽ വീണിരിക്കുകയാണ്. കുരുക്ക് മുറുക്കും, സംശയമൊന്നുമില്ല. മംഗളത്തിലെ അജിത്തിന് സംഭവിച്ചതിനേക്കാൾ വലിയ ഇത് സംഭവിക്കാൻ പോകും. കാരണം താൻ ഉദ്ഘാടനം ചെയ്ത ഒരു മാധ്യമ സ്ഥാപനം തൻ്റെ മന്ത്രിസഭയിലൊരു മന്ത്രിക്കെതിരെ തൻ്റെ അനുമതി കൂടാതെ ഇങ്ങനെയൊക്കെ ചെയ്തതിൻ്റെ ഒരു പ്രകോപനമാണ്. അല്ലെങ്കിൽ അത് വലിയൊരു മാധ്യമ സ്വപ്ന തുല്യമായ വിജയം ജയശങ്കർ പോലെ ആയിത്തീരേണ്ട ഒരു സംഭവമാണ്. പിന്നെ അവരുടെ പരിചയക്കുറവ് കൊണ്ട് സംഭവിച്ച ചില പാകപ്പിഴകൾ മാത്രമാണ് അതിലുള്ളത്. സത്യമായിരുന്നു, പുറത്തു കൊണ്ടുവന്ന കാര്യങ്ങൾ അപ്പടി സത്യമായിരുന്നു. അത് മുഖ്യമന്ത്രിയും നിഷേധിക്കുന്നില്ല, വനം മന്ത്രിയും നിഷേധിക്കുന്നില്ല. പക്ഷേ ഷാജഹാന്റെ കാര്യത്തിൽ എന്താ പിണറായി അറസ്റ്റ് ചെയ്യാത്ത എന്ന് BJP-ക്കാരോട് ആക്രോശിച്ചു കൊണ്ട് ചോദിക്കുന്ന പ്രതിപക്ഷ നേതാവിനെ പോലെ വിലസിയിരുന്ന പ്രതിപക്ഷം എന്ന ചാനലിന്റെ ഉടമയായിരുന്ന KM ഷാജഹാൻ ഇപ്പൊ പതിച്ചിരിക്കുന്ന അഗാധമായിട്ടുള്ള ഒരു ഗർത്തത്തിലേക്കാണ് വിജയനാഥൻ. ഒരു ചീത്തക്കേസ്, ഒരു നാറ്റക്കേസ്, ഇയാൾക്ക് ഇതിൻ്റെ വല്ല ആവശ്യമുണ്ട്? മര്യാദയ്ക്ക് നല്ല രീതിയിൽ വ്യൂവർഷിപ്പും അതുപോലെ മോണിറ്റൈസേഷനും ഒക്കെ കിട്ടിക്കൊണ്ട് നടത്തിയിരുന്ന ഒരു ചാനലിൻ്റെ അധിപനായിട്ട് അങ്ങ് ഇരുന്നാൽ പോരായിരുന്നോ സ്വതന്ത്രനായിട്ട്? ഇയാൾ ഈ ആവശ്യമില്ലാത്ത പണികളൊക്കെ ചെയ്യാൻ പോയത് കാര്യമുണ്ട്. ഇയാൾ പറയുന്നത് സൈബർ ഇടങ്ങളിൽ ഇങ്ങനെയുള്ള ഇരതേടലുകൾ ഇദ്ദേഹം നടത്തിയിരുന്നു. ആരെങ്കിലും സദാചാര പോലീസായിട്ട് വല്ല കാര്യമുണ്ട്? വല്ലവരുടെയും സ്വകാര്യതകളിലേക്ക് നമ്മൾ ക്യാമറ വെക്കുന്നതും ടോർച്ചടിച്ച് നോക്കുന്നതും മര്യാദയ്ക്കുള്ളൊരു പ്രവൃത്തിയാണോ? ഇയാൾ അതുവരെ ധാർമ്മികമായിട്ടുള്ള ഒരു ഹൈ ഗ്രൗണ്ടിൽ നിന്നുകൊണ്ടാണല്ലോ അച്യുതാനന്ദന്റെ പക്ഷം പിടിക്കുകയും അതുപോലെ പിണറായി എതിർത്തുകൊണ്ടിരിക്കുകയും ചെയ്തത്. ഇതിപ്പോൾ അച്യുതാനന്ദന്റെ പേര് കൂടി നാറ്റിക്കുന്ന രീതിയിലുള്ള ഒരു കേസിലാണ്, ഒരു അഴകൊഴ കേസ്. ഇനി കുറച്ച് പാടുപെടും, ഒരു 1.5 കേസാണ്, പാടുപെടും. അതും CPM-ന്റെ ഏറ്റവും ഗ്ലാമർ താരമായ എറണാകുളത്ത് അവരെ സ്ഥാനാർത്ഥിയായിട്ട് നിയോഗിച്ച താര സ്ഥാനാർത്ഥി KJ ഷൈൻ എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ആണെന്നാണ് തോന്നുക, ഒരു സ്ത്രീയാണ്. ഒരു ശരിക്കും പറഞ്ഞ അഭിജാതയായ ഒരു സ്ത്രീയാണ്, അധ്യാപികയും അതിൻ്റെ മാതൃക പിന്തുടരുന്ന ഒരു സ്ത്രീയാണ്. അവരെ പറ്റിയുള്ള ആരോപണം എന്ന് പറഞ്ഞാൽ ഭർത്താവില്ല നേരത്ത് ആരെയോ MLA അവിടെ അതിക്രമിച്ച് കടന്നു, ഡ്യൂപ്ലിക്കേറ്റ് കീ ഇട്ടിട്ട് അതിനകത്ത് കടന്നു. ഭർത്താവ് വന്ന് നോക്കിയപ്പോൾ തുറക്കുന്നില്ല, തുറന്നു, ബലമായിട്ട് തുറന്നു, സത്യങ്ങളൊക്കെ കണ്ടു എന്നാണ് പറയുന്നത്. എന്ത് വൃത്തികെട്ട വർത്തമാനം! ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങളാണെന്നേ പറഞ്ഞു പടച്ച് നെറേറ്റീവുകൾ ഉണ്ടാക്കുക. ചില OBC-കൾ ഞരമ്പ് രോഗം ബാധിച്ചവർ ഇതുപോലുള്ള നെറേറ്റീവുകൾ ഉണ്ടാക്കും. ഇവർ രണ്ടും കൂടി ഇങ്ങനെ, എൻ്റെ ഒരു അനുഭവം പറയാം, ഇവർ രണ്ടും കൂടെ ഒരു സ്ത്രീയോടെ വിരോധമുണ്ട്. അപ്പോൾ ഉടനെ എല്ലാവരുടെ അടുത്തും വിസ്പർ ക്യാമ്പയിൻ ഉണ്ടല്ലോ, ഓരോരുത്തരുടെ അടുത്ത് എന്ന് പറയും. അവളും വേറൊരു യുവാവുമായിട്ട് ഇങ്ങനെ ഗുരുവായൂർ കൂടി ഇങ്ങനെ, വേറെ എങ്ങും കണ്ടില്ല, പരിശുദ്ധമായിട്ടുള്ള ഗുരുവായൂർ കൂടി ഇങ്ങനെ നടന്നു പോകുന്നു, കണ്ടു എന്ന് പറഞ്ഞ് ആസ്വദിക്കുകയാണ് ഇയാള്, ചിരിച്ച് ആസ്വദിക്കുക. അപ്പോൾ ഈ കേൾക്കുന്ന ആൾ അടുത്ത ആളിന് കൊടുക്കും. വലിയൊരു സ്കൂപ്പാണല്ലോ, എക്സ്ക്ലൂസീവാണ് കിട്ടിയത്. ഇങ്ങനെ നരമ്പ് രോഗികളായിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മാനസികമായിട്ടൊരു ആസ്വാദനം കണ്ടെത്തുന്ന പെർവേർഷൻസ് ഉള്ള ആൾക്കാർ ധാരാളമുള്ള ഒരു സമൂഹത്തിൽ അതിനെതിരെയൊക്കെ നിൽക്കേണ്ട ഒരു പ്രതിപക്ഷമായിട്ട് പ്രവർത്തിക്കേണ്ട ഷാജഹാൻ, അയാൾ സ്വയം സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീ, സുന്ദരിയും അതുപോലെ തന്നെ വളരെ ഗ്ലാമറും ഉള്ള ഒരു സ്ത്രീയെ പറ്റി ഇങ്ങനൊരു കഥ ചമയ്ക്കുക എന്ന് പറഞ്ഞാൽ അയാൾക്ക് എന്തോ പെർവേർഷൻ ഉണ്ടെന്ന് തന്നെ എൻ്റെ അർത്ഥം. അല്ല, ഷാജഹാൻ ഇടപെടേണ്ട ആവശ്യമില്ല, ഒരു കാര്യമില്ല. അല്ല, ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല, ഇല്ലാത്തൊരു സംഭവം ചമയ്ക്കുകയാണ് ചില ചരിത്രകാരന്മാരും രാഹുൽ ഗാന്ധിയുടെ ചില ടൂൾ കിറ്റ്സുകളും ഒക്കെ. അവിടെ ഭയങ്കര റഫാലിൻ്റെ കാര്യത്തിൽ വലിയ അഴിമതി, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് ചോർത്തി മോദിക്ക് കൊടുത്തു എന്നുള്ള കള്ളക്കഥകൾ പോലെ അത് രാഷ്ട്രീയമാണ്. ഇത് ലൈംഗികമാണ് ഒരു സ്ത്രീയെ. എന്നിട്ട് ആ സ്ത്രീ അന്തസ്സായിട്ട് പറഞ്ഞത് നോക്കിയോ, അവർ CPM-ന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് കോൺഗ്രസിനെ വിമർശിക്കുകയല്ല. അവരെന്താ പറഞ്ഞത്? ആദ്യം പറഞ്ഞത് എനിക്ക് മാത്രമല്ല അപമാനം,
ഏതൊരാണിനെ കുറിച്ച് എൻ്റെ പേര് ചേർത്ത് പറഞ്ഞിട്ടുണ്ടോ അവർക്കും ഇത് അപമാനമാണ്. ഒരു MLA പേരാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിലെ ഏതൊരു സ്ത്രീക്കെതിരെ ഇതുപോലെ ആരോപണം വരുമ്പോൾ അവർക്കുണ്ടാവുന്ന മാനസിക വ്യഥ ഞാൻ മനസ്സിലാക്കുന്നു. പരസ്യമായിട്ട് പത്രങ്ങളുടെ മുമ്പിൽ നിന്ന് പറയുകയല്ലേ, അല്ലാതെ ഇത് മൊബൈലിൽ കൂടെ കൊടുക്കുന്ന വാട്സാപ്പ് ചാറ്റ് അല്ലാതെ, മനസ്സിലായി? പരസ്യമായിട്ട് ഇന്ന് പറയുകയാണ്. അതേസമയം നമ്മൾ ഒന്ന് താരതമ്യം ചെയ്യുമ്പോൾ ഒന്ന് നിർത്തി ഒന്ന് താരതമ്യം ചെയ്യുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ എന്താ? ഏതെങ്കിലും കോടതിയിൽ പോയി കേസ് കൊടുത്തോ? ഏതെങ്കിലും അല്ല, അതില് ഷാജഹാൻ അത്ര വലിയ ഇടപെടലൊന്നും നടത്തിയില്ല. ആ പെൺകുട്ടി ഒരു ഓഡിയോ ഇട്ടിട്ട് എന്താ പറഞ്ഞത്? ആരാണെന്ന് പേര് വെളിപ്പെടുത്താത്ത ഒരു ഓഡിയോ ഇട്ടിട്ട് രാഷ്ട്രീയത്തിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. ഇങ്ങനെ രാഷ്ട്രീയം ശുദ്ധീകരിക്കാൻ പറ്റൂ? ഇതേ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടേക്ക് പോയിരിക്കുന്നു, ഒരു തെളിവും കൊടുക്കാതെ, ഒരു കേസും കൊടുക്കാതെ. ഇവർ നേരിട്ട് കേസ് കൊടുത്തു. ആ കേസിന്റെ ഫലമായി ഷൈൻ്റെ കേസിലാണ് കഴിഞ്ഞ ദിവസം രാത്രി ആക്കുളത്ത് നിന്ന് രായ്ക്ക് രാമാനം KM ഷാജഹാനെ അറസ്റ്റ് ചെയ്ത്. അപ്പൊ ഇത്രയൊക്കെ ഒച്ചപ്പാട് കേരളത്തിൽ ഓരോ അന്തിച്ചർച്ചയിലിരുന്നു. എന്ത് ബഹളമായിരുന്നു! എന്താ യേസീമേനെ ED എന്താ ചെയ്യുക? എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? നിങ്ങൾ BJP-ക്കാരെ ചോദ്യം ചെയ്യുക, എന്താ നിങ്ങൾ അറസ്റ്റ് ചെയ്യാത്തത് എന്ന് പറഞ്ഞ് ഒച്ച വെച്ചുകൊണ്ടിരുന്ന ഷാജഹാൻ ഇപ്പൊ നിശബ്ദനായിട്ട് ജയിലിൽ കിടന്ന് ഉണ്ടെന്നുകൊണ്ടിരിക്കുക. എന്തൊരു കഷ്ടമാണിത്. അപ്പൊ ഷാജഹാന് പ്രതിപക്ഷം ചാനലിലൂടെ എപ്പോഴും ഈ ഒരു ഭരണവിരുദ്ധ വികാര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അത് നല്ലതാണ്, അത് കൂടുതൽ അംഗീകാരമൊക്കെ കിട്ടിക്കൊണ്ടിരുന്നതാണ്. പക്ഷെ ഇത്തരത്തിലുള്ള എത്തിനോട്ടത്തിലേക്കാണ് കുഴപ്പം ചെന്ന് പെട്ടതെന്നുള്ളതാണ്. ആ ലൈക്കുകളെല്ലാം ഇപ്പൊ ഡിസ്ലൈക്കുകളായിട്ട് മാറും. ഇതുപോലൊരു നാറിയായിരുന്നു നമ്മൾ ലൈക്ക് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ വിചാരിക്കല്ലേ വിജയനാഥെ? സമൂഹം അങ്ങനെയല്ലേ, ഒരു നിമിഷം മതി പെട്ടെന്ന് മാറാൻ. നമുക്കറിയാമല്ലോ, റോമൻ ചത്തുരത്തിലെ മാർക്ക് ആന്റണിയുടെ പ്രഭാഷണം തുടർന്ന് വന്ന ബ്രൂട്ടസിന്റെ പ്രഭാഷണം, രണ്ടും ജനങ്ങളെ ഇളക്കി മറിച്ചില്ലേ? ഒന്ന് സീസറിന് അനുകൂലമെങ്കിൽ അടുത്ത പ്രഭാഷണം വന്നപ്പോൾ നേരെ തിരിഞ്ഞില്ലേ? അതാണ് ഷേക്സ്പിയർ പറഞ്ഞത്. ജനങ്ങൾ എന്ന് പറഞ്ഞ ഇറ്റ്സ് ലൈക്ക് എ വാഗബോൺ റീഡ്, വെള്ളത്തിൽ കൂടി ഒഴുകി നടക്കുന്ന ഒരു ഒട്ടകമല്ല, ഒട്ടൽ കമ്പ് പോലെ, അല്ലെങ്കിൽ ഈറ്റക്കമ്പ് പോലെ. ഒഴുക്ക് എങ്ങോട്ടാണോ, കാറ്റ് എങ്ങോട്ടാണോ ആ വശത്തേക്ക് അത് പോകും. അത്രേ ഉള്ളൂ. അപ്പോൾ ഷാജഹാനെതിരെ ജനങ്ങളെല്ലാം തിരിയും. ഷാജഹാന്റെ കേസ് വളരെ ക്ലിയർ കട്ടായിട്ടുള്ള കേസാണ്. എന്തുകൊണ്ടെന്നറിയാമോ? ഈ കേസെന്ന് പറഞ്ഞാൽ നമ്മുടെ സൈബർ പോലീസ് ഫോളോ ചെയ്തു. മെറ്റയിൽ നിന്നുള്ള ഡേറ്റ മുഴുവൻ കളക്ട് ചെയ്തു. ഈ മെറ്റ വാട്സാപ്പിന് ഉപയോഗിക്കുന്ന മെറ്റ, അതിൻ്റെ ഉടമസ്ഥർ മെറ്റയാണ്. ആ മെറ്റയിൽ നിന്ന് കിട്ടണമെങ്കിൽ നിസ്സാരമല്ല. കേരളത്തിലെ DGP വിചാരിച്ചാൽ നടക്കുമോ? ഇന്ത്യയുടെ ഏറ്റവും പരമോന്നത പോലീസ് മേധാവി വിചാരിച്ചാൽ നടക്കുമോ? നടക്കില്ല. പട്ടാള മേധാവി വിചാരിച്ചാൽ നടക്കില്ല. വേണ്ടത് ഇന്റർപോളിൻ്റെ സഹായമാണ്. ഇന്റർനാഷണൽ പോലീസിൻ്റെ സഹായം വേണം. ആ പോലീസിൻ്റെ സഹായം തേടി മെറ്റയുടെ അനുമതി വാങ്ങിച്ച് അതിൽ പരിശോധിച്ചു. ആ പരിശോധനയുടെ ഫലമായി കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഊരിപ്പോവാൻ പറ്റില്ല. പിണറായി സമർത്ഥമായിട്ട് കരുക്കൾ മുറുക്കുകയും ചെയ്യും. രക്ഷപ്പെട്ടു പോകാൻ വലിയ പ്രയാസമുള്ള ഒരു കേസാണ്. എന്നിട്ട് ഇയാൾ പറയുന്നത് ഞാൻ KS ഷൈനെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ലെന്ന്. അപ്പോൾ പിന്നെ ഉണ്ണികൃഷ്ണൻ MLA പറ്റിയാണോ പറഞ്ഞത്? അപ്പോൾ ബാക്കിയുള്ളവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം? പേര് പറഞ്ഞിട്ടില്ല, ശരിയാ. വാർത്ത ഒരു ക്ലിപ്പായിട്ട് വന്നതിൽ അവിടുത്തെ പ്രമുഖയായ ഒരു CPM നേതാവിൻ്റെ വീട്ടിലേക്ക് ഒരു CPM MLA ചെന്നു. ഭർത്താവില്ല, നേരത്തെ പേര് പറഞ്ഞിട്ടില്ല, ശരിയാ. പക്ഷെ സൂചന മതിയല്ലോ. ആ സൂചന തന്നെ ധാരാളമല്ലേ ഒരു സ്ത്രീയെ അധിക്ഷേപിക്കാൻ വേണ്ടി? വേറെ ആരെങ്കിലും ആണെങ്കിൽ അവർ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ച് സന്യാസത്തിലേക്കോ അല്ലെങ്കിൽ മരണത്തിലേക്കോ വരെ പോകാം. ഇത്രയും പേരറിഞ്ഞ കാര്യമല്ലേ? ആളുകൾ കളിയാക്കാനും തുടങ്ങും. തൻ്റെ ഇടമായിട്ട് ഈ അധിക്ഷേപത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് ആളെ ശരിക്കും കുറ്റവാളിയെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ പറഞ്ഞു. അതാണ് സ്ത്രീക്ക് വേണ്ട തൻ്റെ ഇടം, കരുത്ത്. CPM-കാരി ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകയായതുകൊണ്ടാണ് അവർക്ക് ആ തൻ്റെ ഇടം വന്നത്. ഭർത്താവിൻ്റെ പൂർണ്ണമായ സപ്പോർട്ട്. ഭർത്താവ് സംശയിക്കുകയല്ല ചെയ്തത്. ഈ സമയം ഇവർ പറഞ്ഞൊരു സമയമുണ്ട്, ഇന്ന സമയം ഉച്ചയ്ക്കും കണ്ടാണെന്ന് തോന്നുന്നു. അടുത്ത വീട്ടിൽ എന്തോ പാർട്ടി നടക്കുകയായിരുന്നു, അവരിൽ പങ്കെടുക്കുമ്പോണ്ടിരിക്കുകയായിരുന്നു രണ്ടുപേരും. പകൽ പോലെ ഇതൊരു വലിയ സൈബർ ആക്രമണമാണെന്ന് തെളിഞ്ഞില്ലേ? സൈബർ ആക്രമണം നടത്തി ഒരാളെ അപമാനിക്കുക എന്ന് പറഞ്ഞാൽ സൈബർ കുറ്റം. പിന്നെ ലിബൽ സ്യൂട്ട് വരുന്നുണ്ട്, അപകീർത്തി കേസ്, ഒരുപാട് കാര്യങ്ങൾ വരുന്നു. സ്ത്രീയെ അപമാനിച്ചു എന്നുള്ള കേസ് വളരെ പ്രമാദമായ കേസാണ്. അതുകൊണ്ട് ഇപ്പോൾ സത്യം പുറത്തു വന്നു. KJ ഷൈൻ അഗ്നിശുദ്ധ. അതേസമയം KM ഷാജഹാൻ നമ്മൾ വളരെ ആദരിച്ചിരുന്ന പ്രതിപക്ഷം ഇവിടെ പ്രതിപക്ഷം ഇവിടെ ഏതാണ്ട് ഒരു നിഷ്പക്ഷം പോലാണ് പ്രവർത്തിക്കുന്നത്. അതേസമയം
പ്രതിപക്ഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ, ഒരു ചാനൽ എന്ന് നമ്മൾ കരുതുന്ന പ്രതിപക്ഷം ഇപ്പോൾ പ്രതിയുടെ പക്ഷത്ത് നിൽക്കുന്ന കാഴ്ചയാണ് രാഷ്ട്രീയ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രേക്ഷകരോട് ഒരു കാര്യമേ പറയാനുള്ളൂ, മിന്നുന്നതെല്ലാം പൊന്നല്ല. പൊന്നല്ല.